നമസ്കാരം. ഖത്തറും കളി തുടങ്ങിയിരിക്കുകയാണ്. പുടിനോട് ചേരാൻ അവർ കൂടി തീരുമാനിച്ച സ്ഥിതിക്ക് യൂറോപ്പിന്റെ കാര്യം ഉടൻ തന്നെ പാട്ടിലാകും. കാര്യങ്ങളൊന്നും അങ്ങനെ വ്യക്തമായില്ല അല്ലേ? അതായത് കഠിനമായ ശൈത്യകാലം യൂറോപ്പിനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ഭൂഖണ്ഡം നിരവധി കാരണങ്ങളാൽ ഊർജ്ജക്ഷമം പ്രതീക്ഷിച്ചുമിരിക്കുന്നു. അപ്പോഴാണ് സുസ്ഥിരത സംബന്ധിച്ച് അടുത്തിടെ അംഗീകരിച്ച നിയമനിർമ്മാണത്തിന് കീഴിൽ ബ്ലോക്കിന്റെ രാജ്യങ്ങൾ എങ്ങാനും പിഴ ചുമത്തിയാൽ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള വാതക കയറ്റുമതി അവസാനിപ്പിക്കുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഖത്തർ മുന്നറിയിപ്പ് നൽകിയത്. ദ ഫിനാൻഷ്യൽ ടൈംസുമായുള്ള സംഭാഷണത്തിനിടെ ഖത്തർ ഊർജ്ജ മന്ത്രി സാദ് ഷരീദ അൽ കാബിയാണ് ഈ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഈ വർഷം ജൂലൈയിൽ പ്രാബല്യത്തിൽ വന്ന കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി ഡ്യൂ ഡിലിജൻസ് നിർദ്ദേശം പാസാക്കിയിരുന്നു. പ്രതികൂലമായ മനുഷ്യാവകാശങ്ങളോ പാരിസ്ഥിതിക ആഘാതങ്ങളോ കൈകാര്യം ചെയ്യുന്നതിൽ മാനേജ്മെന്റ് പരാജയപ്പെട്ടാൽ കമ്പനിയുടെ വാർഷിക ആഗോള വരുമാനത്തിന്റെ 5% വരെ പിഴ ചുമത്താൻ ഇത് പ്രാദേശിക ബോർഡിനെ അനുവദിക്കുകയാണ്. ഇതിന് പിന്നാലെ യൂറോപ്പിന് വിതരണം ചെയ്യുന്നതിലൂടെ ഞങ്ങളുടെ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 5% നഷ്ടപ്പെട്ടാൽ പിന്നീട് ഞങ്ങൾ യൂറോപ്പുമായുള്ള സകല ഇടപാടുകളും അവസാനിപ്പിക്കുമെന്ന് അൽകാബി ഫിനാൻഷ്യൽ ടൈംസിനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പ് തങ്ങളുടെ പ്രധാന വിതരണക്കാരെ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോഴുള്ളത്. റഷ്യയുടെ ഊർജ്ജത്തോടുള്ള അമിതമായ ആശ്രയം രാജ്യങ്ങൾ കുറച്ചതോടെ ഖത്തർ യൂറോപ്പിലേക്കുള്ള ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ നിർണായക വിതരണക്കാരായി മാറിയിരിക്കുകയാണ്. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം ലോകത്തെ ഞെട്ടിച്ച ഉടൻ തന്നെ യൂറോപ്പ് നിരവധി ഉപരോധങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഈ ഉപരോധങ്ങൾക്ക് മറുപടിയായി റഷ്യ അതിന്റെ ഊർജ്ജ വിതരണം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു. രാജ്യങ്ങളെ അവരുടെ കരുതൽ ശേഖരത്തിൽ ടാപ്പ് ചെയ്യാൻ നിർബന്ധിച്ചു. ഫിനാൻഷ്യൽ ടൈംസിന്റെ അഭിമുഖത്തിൽ ഖത്തർ എനർജിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് കൂടിയായ അൽഗാബി ഖത്തർ എനർജി പോലുള്ള കമ്പനികൾക്ക് യൂറോപ്യൻ യൂണിയൻ നിയമനിർമ്മാണം പ്രായോഗികമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ശൈത്യകാലത്ത് യൂറോപ്പ് ഇക്കാരണങ്ങളാൽ തന്നെ എങ്ങനെയൊക്കെ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് യൂറോപ്പിന്റെ കോർപ്പറേറ്റ് സുസ്ഥിര ഡ്യൂ ഡിലിജൻസ് നിർദ്ദേശം? അതായത് നമുക്ക് മനസ്സിലാക്കാം. പ്രതികൂലമായ മനുഷ്യാവകാശങ്ങളോ പാരിസ്ഥിതിക ആഘാതങ്ങളോ പരിഹരിക്കുന്നതിൽ മാനേജ്മെന്റ് പരാജയപ്പെട്ടാൽ ഒരു കമ്പനിയുടെ വാർഷിക ആഗോള വരുമാനത്തിന്റെ 5% വരെ പിഴ ചുമത്താൻ യൂറോപ്യൻ യൂണിയനെ അനുവദിക്കുന്ന നിർദ്ദേശം ജൂലൈയിലാണ് പ്രാബല്യത്തിൽ വന്നത്. ഈ നീക്കം യൂറോപ്യൻ യൂണിയൻ അകത്തും പുറത്തും നിന്ന് ഒരുപാട് വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിൽ നിയമം പാസാക്കിയതോടെ അംഗരാജ്യങ്ങൾ ഇപ്പോൾ 2026ഓടെ ഇത് അവരുടെ ദേശീയ നിയമം ആക്കേണ്ടതുണ്ട്. ഒരു വർഷത്തിന് ശേഷം 2027 നിയമങ്ങൾ കമ്പനികൾക്കും ബാധകമാകാൻ തുടങ്ങും. പ്രാബല്യത്തിൽ വന്ന് 3 മുതൽ 5 വർഷം വരെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് വരിക. അങ്ങനെ 2050ഓടെ നെറ്റ് സീറോ എമിഷൻ നേടുക എന്ന ലക്ഷ്യത്തോടെ കോർപ്പറേറ്റ് സമ്പ്രദായങ്ങളെ വിന്യസിക്കുന്നതിനുള്ള അതിർത്തി തന്ത്രമാണ് ഈ നിർദ്ദേശത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിവേഗം തീർന്നുകൊണ്ടിരിക്കുന്ന വാതക ശേഖരവും മോസ്കോയിൽ നിന്നുള്ള വിതരണ വെട്ടിക്കുറവും ഭൂഖണ്ഡത്തെ ഒരു പുതിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. ഖത്തർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധം നീളുന്നത് അതിന്റേതായ വെല്ലുവിളികളുമായി വരികയാണ്. ഈ മാസം ആദ്യം ഉക്രൈനിയൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യയുടെ സാക്ഷാൽ വ്ളാഡിമിർ പുടിനും ഇരു രാജ്യങ്ങളും ഒരു വാതക ഗതാഗത കരാറും പുതുക്കുന്നില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. ഉക്രൈനിലുടനീളം റഷ്യൻ വാതകം കയറ്റി അയക്കുന്നതിനുള്ള 5 വർഷത്തെ കരാർ ഈ മാസം അവസാനത്തോടെ അവസാനിക്കുകയും ചെയ്യും. അത്തരമൊരു കരാർ ഇനി ഉണ്ടാകില്ല എന്നാണ് അവർ പറയുന്നത്. അതപ്പോൾ വ്യക്തമാണ്. പുടിൻ തന്റെ വാർഷിക പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. കൂടാതെ റഷ്യയുടെ ഗ്യാസ് ഭീമനായ ഗാസ്പ്രോം PJSC അതിജീവിക്കുകയും ചെയ്യും. പുടിന്റെ വാക്കുകളാണിത്. അതായത് റഷ്യയെ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം ഒരു വിഷയമേ അല്ല. അതിനാൽ തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളും ഇനി സ്വീകരിക്കാൻ പോകുന്നുമില്ലെന്ന് ചുരുക്കം. അപ്പോൾ ഫലത്തിൽ ഈ ഉപരോധം കൊണ്ട് ആകെപ്പെട്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമാണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നാണ് ഇപ്പോൾ യൂറോപ്പിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രധാന ഊർജ്ജ വിതരണക്കാരെ നഷ്ടപ്പെടുമെന്ന ഭീഷണിയോടെ ഇപ്പോൾ ഭൂഖണ്ഡം മറ്റു മാർഗങ്ങളില്ലാതെ പോവുകയാണ്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവോടെ പ്രതിസന്ധി പരിഹരിക്കാൻ വാഷിംഗ്ടൺ എന്തെങ്കിലും സഹായകരമാകാനുള്ള സാധ്യതയും കുറവാണ്. കൂടുതൽ എണ്ണയും വാതകവും US വാങ്ങണമെന്നും അല്ലെങ്കിൽ ഉയർന്ന താരിഫുകൾ നേരിടേണ്ടി വരുമെന്നും വെള്ളിയാഴ്ച ട്രംപ് യൂറോപ്യൻ യൂണിയന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരാണ് US. യൂറോപ്യൻ ഉപഭോക്താക്കൾക്ക് റഷ്യൻ പൈപ്പ്ലൈൻ ഗ്യാസ് വിതരണം കുറഞ്ഞതിന് ശേഷം ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ അഥവാ LNGയുടെ ഏറ്റവും വലിയ വിതരണക്കാരായി ഉയർന്നു വന്നിട്ടുണ്ട്. ശീതകാലം ഭൂഖണ്ഡത്തിലുടനീളം പ്രകമ്പനം സൃഷ്ടിക്കുന്നതിനാൽ തന്നെ ബ്ലോക്കിന് ധാരാളം ഓപ്ഷനുകളുമില്ല. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പ് ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.